കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് തെറ്റിദ്ധരിച്ചു ചിലരെങ്കിലും. കോൺഗ്രസിന് ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ സാധിക്കും, BJPക്കെതിരായിട്ട് വരാൻ സാധിക്കുമെന്നൊക്കെ വരും. ഞങ്ങളന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ കോൺഗ്രസും BJPയും തമ്മിൽ വ്യത്യാസമില്ലാതായിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ കൂട്ടത്തോടെ BJPയിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. എന്തുകൊണ്ടാണത്? ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടല്ല, പക്ഷേ കോൺഗ്രസിൻ്റെ നയമാണ്. ഒരു കാര്യത്തിൽ ഇന്ത്യയുടെ നിലനിൽപ്പിനെക്കുറിച്ച്, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ച്, ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു അഭിപ്രായം കോൺഗ്രസിനുണ്ടാവണ്ടേ? നേരത്തെ ജവഹർലാൽ നെഹ്റുവിന് അതുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കോൺഗ്രസിന് നമ്മളെങ്ങനെയാണ് കാണുന്നത്? അവർ ഒരു അഴകുഴമ്പൻ നയം സ്വീകരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു തീരുമാനമെടുക്കാൻ അവർ തയ്യാറാവുന്നില്ല. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവർ. അതുകൊണ്ട് ജനങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുന്നു ഈ BJPയുടെ വലിയ തോതിലുള്ള ജനവിരുദ്ധമായിട്ടുള്ള നടപടികൾക്കെതിരെ കോൺഗ്രസ്സിന് ബദലാകാൻ സാധിക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതുപോലെ സംഭവിക്കുക. ഞങ്ങളന്ന് പറഞ്ഞു, ഇവരെ വിശ്വസിക്കാൻ സാധിക്കുമോ? തിരഞ്ഞെടുത്താൽ പലരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ആസാമിലെ ഒരു MP പോയി, തമിഴ്നാട്ടിലൊരു MLA പോയി, ഹിമാചൽ പ്രദേശിൽ അവർ MLAമാർ കൂട്ടത്തോടെ പോകാനിരിക്കുന്നു. ഗോവയിൽ കോൺഗ്രസ്സുകാർക്ക് ഭരണം കൊടുത്തു ജനങ്ങൾ, കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ട് അവർ കൂട്ടത്തോടെ BJPയിലേക്ക് പോയി. അപ്പോൾ അങ്ങനെയുള്ളൊരു കോൺഗ്രസ്സിന് മേലെ എന്ത് പ്രതീക്ഷയാണ് ജനങ്ങൾ വെച്ച് പുലർത്തേണ്ടത്? ഞങ്ങൾ എല്ലാ സംസ്ഥാനത്തുനിന്നും ഒരുപാട് MPമാരെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമല്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലെ 20 സീറ്റിലും ജനങ്ങൾ വോട്ട് ചെയ്യും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇവിടുന്ന് 20 പേര് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് പോയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് വേണ്ടി ശക്തമായിട്ട് അവിടെ ശബ്ദം വരുത്താൻ സാധിക്കും. കേരളത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദം വരുത്താൻ സാധിക്കും. ജനവിരുദ്ധ നിയമങ്ങൾ പടച്ചുകൂടുമ്പോൾ അതിനെതിരെ പാർലമെൻറ്റിൽ ശക്തമായിട്ട് ഞങ്ങൾക്ക് ജനങ്ങളുടെ അഭിപ്രായം അവിടെ പ്രകടിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പത്മജ പോയതല്ല, പത്മജയ്ക്ക് ശേഷം ആരൊക്കെ പോകുന്നു എന്ന് ആർക്കറിയാം. അതുകൊണ്ട് പത്മജയെ മാത്രം പറഞ്ഞിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ക്യാമ്പയിൻ നടത്താനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അത് ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പം ജനങ്ങൾ അതിനെക്കുറിച്ചെല്ലാം ആലോചിക്കട്ടെ. അതെല്ലാം ഒരു സൂചകമാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരടക്കം പോകുന്നു എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ്. അതുകൊണ്ട് ജനങ്ങൾ ചിന്തിക്കണം. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾ കുറേ പേരെ തിരഞ്ഞെടുത്ത് ജനങ്ങൾ അയച്ചാൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം പൂർണ്ണമായും നിർവഹിച്ചുകൊണ്ട് അവിടെ ഇന്ത്യൻ മതേതരത്വത്തിന് വേണ്ടി പോരാടാൻ ഞങ്ങൾ ഒരുക്കമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ കഴിഞ്ഞ തവണ ചെയ്ത ആ രീതിയിൽ വോട്ട് വരില്ല. ഇത്തവണ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ്. വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. നല്ല ഭൂരിപക്ഷത്തോടു കൂടി LDF സ്ഥാനാർത്ഥിയായി എനിക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്.